നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് നെയ്യ് ഉണ്ടാക്കി എടുത്താലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 1.5 മാസമായിട്ട് പാല് തിളപ്പിച്ച് മാറ്റി വെച്ചേക്കുന്ന പാടയാണ് അത്. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബും കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പ് കൂടുന്തോറും നമുക്ക് പെട്ടെന്ന് ബട്ടർ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ ബട്ടർ എല്ലാം ഉരുളയാക്കി ഞാനാണെങ്കിൽ ഐസ് വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചട്ടി വെച്ച് ചട്ടിക്കകത്തോട്ട് ബട്ടർ എല്ലാം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി നെയ്യാക്കി എടുക്കണം അത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്ക്ക് ഭയങ്കര മണം, നല്ല രുചിയും കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ വാങ്ങിക്കുന്ന നെയ്യുടെ ഒരു മണമല്ല, നല്ലൊരു മണമാണ് അതിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. അത് നമ്മുടെ അതിനകത്തെ കൊത്തെല്ലാം ഇങ്ങനെ താഴെ അടിഞ്ഞിട്ട് നമ്മുടെ നെയ്യ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ഇട്ടിട്ട് കൊത്തെല്ലാം മാറ്റിയെടുത്തിട്ട് നെയ്യാണെങ്കിൽ ഒരു ബോട്ടിലിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാണ് നമ്മുടെ ചപ്പാത്തിക്കെല്ലാം തൂക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്.